ഇന്ന് നാം ചിന്തിപ്പാനായിട്ട് പോകുന്ന വിഷയം knowing God intimately. ദൈവത്തെ അടുത്ത് അറിയുക. ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ. And he is everything to me എന്ന് പാട്ടുകാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് because of his intimate relationship with his God. നമുക്കത് ആഴമായി ഉണ്ടാകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. I invite your attention to Philippians chapter 3 for our meditation this morning. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. In Philippians chapter 3, we are able to see how a person will have an intimate relationship with his God. ദൈവവുമായിട്ട് ഒരു അടുത്ത ബന്ധം, ദൈവത്തെ അടുത്തറിയുക, knowing God, dwelling in him, and tells him he is everything to me. എന്നത് എങ്ങനെയാണ് സംഭവിക്കുക എന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് അടർത്തിയെടുത്ത വാക്കുകളാണ് ഫിലിപ്പിയൻ ചാപ്റ്റർ 3 നമ്മൾ കാണുന്നത്. സമയം ഓൾറെഡി 11:12 ഞാൻ കൂടുതൽ സമയമെടുത്ത് ആരെയും പ്രതിസന്ധിയിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ചെറിയ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് I would like to give you 3 important requirements that we need to have an intimate relationship with our God. The first thing that I would like to say, we all need a revelation of God in order to have an intimate relationship or intimate knowledge about him. നമുക്ക് ദൈവത്തിന്റെ ഒരു വെളിപ്പാട് ആവശ്യമാണ്. Revelation of God. There is a huge difference between information and knowledge. Information and revelation. When we read, we will get a lot of knowledge. But the revelation is to be revealed to us by an extraordinary force. A supernatural power. We need to have that revelation in life in order to move on in life with or integrally connected to the Lord or with an intimate relationship with God. ദൈവത്തോട് ആത്യന്തികമായി ബന്ധപ്പെട്ടിരിക്കുവാൻ
യേശുവിൽ എൻ തോഴനെ കണ്ടു എന്ന് പറയുവാൻ, അവൻ എനിക്കെല്ലാം ആണെന്ന് പറയുവാൻ. We must know who he is. Therefore, we need a revelation of God. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടതും നമ്മൾ ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് തന്നെ നമ്മുടെ ലക്ഷ്യമായി മാറുമ്പോൾ we will be able to see who God is in our life. ഒരു ദൈവിക ദർശനമുള്ളവരായി, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, നമ്മൾ ദൈവിക ബോധമുള്ളവരായി മാറണം. എങ്കിൽ മാത്രമേ നമുക്കുള്ളത് നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി ഉള്ളതാണെന്ന് നമ്മൾ ചിന്തിക്കുകയുള്ളൂ എന്ന്. ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമുക്ക് ദൈവിക ബോധം മാത്രം പോരാ, നമുക്ക് ദൈവിക ദർശനം വേണം. Revelation of God. Paul, a hardcore Pharisee, a trained man in the Torah, നിയമ പുസ്തകങ്ങളിൽ അഗ്രഗണ്യനായ, പരീശനിൽ നിന്ന് ജനിച്ച പരീശനായ, ബെന്യാമീൻ ഗോത്രക്കാരനായ, മറ്റെല്ലാവരെക്കാളും കൂടുതൽ പുകഴുവാനുള്ള അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, I rejoice in the Lord. And again I say, rejoice. And I am not tired of telling you to rejoice in the Lord, because I had the revelation of my God on my Damascus journey. ദൈവിക ദർശനമുള്ളവരായി ഞാനും നിങ്ങളും തീരുവാൻ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കണം. ഒടുവിൽ എന്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. നിങ്ങൾക്ക് അത് ഉറപ്പുമാകുന്നു. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, പരിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. This declaration of Apostle Paul happened because of a profound revelation from God. A profound revelation will change the course of your direction, will change your decision, change your passion. Whoever has come across the revelation of God, or whoever had the revelation of God in their life, they became different. അവര് വ്യത്യസ്തരായി തീർന്നിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നു. സാധു സുന്ദർ സിംഗിന്റെ ജീവിതത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നു. A person who was about to end his life found Jesus as his everything, and that night changed the course of his life.
ആഡംബരത്തിൽ ജീവിച്ച സാധു സുന്ദർ സിംഗ് സാധുവായി മാറുന്നു. He became a wanderer for the Lord Jesus. He became the preacher of his conviction. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ദൈവിക ദർശനം വേണം. ഈ ദൈവിക ദർശനം എന്ന് ഞാൻ പറയുമ്പോൾ, we need a special encounter with him. This encounter can happen through a thorough study of the Word of God. It can happen when you and I communicate with God in prayer. This can happen through the silent meditation of the Word of God. And it also can happen through his direct intervention. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പെട്ടവൻ, സാധു സുന്ദർ സിംഗിന് വെളിപ്പെട്ടവൻ, എനിക്കും നിങ്ങൾക്കും ഡയറക്റ്റ് ആയിട്ട് വെളിപ്പെടണമെന്ന് ദൈവത്തിന് തോന്നുന്നെങ്കിൽ അത് വെളിപ്പെടുത്തി തരാൻ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. But there is no need for us to insist and wait upon the direct revelation alone. It can happen when we pray. This can happen when we fellowship with one another. നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മ കൂടുമ്പോൾ, ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനം പഠിക്കുമ്പോൾ, ആത്മാവിന്റെ നിയന്ത്രണത്തിലായി തീരുമ്പോൾ, ആത്മാവിന്റെ ഫലം കായ്ക്കുവാൻ എന്നെയും നിങ്ങളെയും ഒരുക്കുമ്പോൾ, ഈ ദൈവീക ദർശനമുള്ളവരായി എനിക്ക് നിങ്ങൾക്കും സാധിക്കും, പറയാൻ കഴിയും. അതേ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞ് തെറ്റിപ്പോകാതെ നമ്മളെ സൂക്ഷിച്ച് മുൻപോട്ട് പോകാൻ, നമ്മുടെ ജീവിതയാത്രയിൽ ഈ പരിപരുത്ത ജീവിത അനുഭവങ്ങളുള്ള ഈ പ്രയാണത്തിൽ എന്നെയും നിങ്ങളെയും സാധിക്കുന്നത് മാനുഷികമായിരിക്കുന്ന ആകർഷിക്കുന്ന വാക്കുകളായിരിക്കരുത്. ദൈവീക ദർശനം ഉള്ളവരായി ഞാനും നിങ്ങളും തീരണം. Knowing God. For Paul, it was a Damascus road experience. For Sadhu Sundar Singh, it was a night encounter in his room. Pandita Ramabai, God revealed to her, and she became a mother for several orphans. Yes, God reveals to us in many ways. നമുക്ക് ദൈവിക ദർശനമുണ്ടോ? ഞാൻ വളരെ വേഗം മുൻപോട്ട് പോകട്ടെ. When you and I have this revelation of God, the immortal, invisible, powerful, holy God, a God who changes the courses of all action in our life, He reveals Himself to us. അതാണല്ലോ ക്രിസ്മസിന്റെ സന്ദേശം. പുത്രൻ ചെയ്തതാണ്. He revealed the Father to the humanity. That is possible even today. രണ്ടാമത്, when we have the revelation of God, നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്താണെന്നറിയാമോ? To know God intimately, we need a resolution to take. നമ്മളൊരു തീരുമാനമുള്ളവരായി മാറണം. ദൈവിക ദർശനമുള്ളവരായി മാത്രം തീർന്നാൽ പോരാ.
ആ ദൈവിക ദർശനത്തിന്റെ ഫലമായി ജീവിതത്തിൽ തീരുമാനങ്ങളുള്ളവരായി ഞാനും നിങ്ങളും മാറുക. ഒരു ഉറച്ച തീരുമാനം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം നമ്മൾ ഓൾറെഡി ഇന്നത്തെ മെമ്മറി വേർഡ്സ് ആയിട്ട് നമ്മൾ വായിച്ചതായിട്ടുള്ള ഭാഗം. Daniel chapter 11 verse 32. With flattery he will corrupt those who have violated the covenant, but the people who know their God will firmly resist him. See, the people, those who know their God, will firmly resist him. ഉറച്ചു നിൽക്കും. ഒരു ഉറപ്പുള്ള തീരുമാനമുള്ളവരായി ഞാനും നിങ്ങളും മാറണം. We cannot be wavering. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നവരായി മാറരുത്. ഒരു ഉറച്ച തീരുമാനമുള്ളവരായി ഞാനും നിങ്ങളും മുൻപോട്ട് പോകണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അതിന്റെ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എല്ലാവർക്കും ജഡത്തിൽ ആശ്രയിക്കാൻ വകയുണ്ടെങ്കിലും അപ്പോസ്തലനായ പൗലോസിന് അതിനേക്കാളൊക്കെയും മേന്മയായിട്ടുണ്ട്, കൂടുതലായിട്ടുണ്ട്. എങ്കിലും വേഴ്സ് 7. But whatever was to my profit, I now consider loss for the sake of Christ. See, ഇവിടെ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. തനിക്ക് നേട്ടമായിരുന്നതൊക്കെ, തനിക്ക് ഈ ലോകപ്രകാരം നേടാമായിരുന്നതൊക്കെ, the privileges, the positions, the popularities, the riches of this world, a name for himself, a trained Pharisee, a family tradition, luxurious living, all those he counted rubbish, he counted loss in order to follow, or in order to make up the resolution that he has taken up in life. തനിക്ക് ലാഭമായിരുന്നതൊക്കെ നഷ്ടങ്ങൾ സഹിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ തയ്യാറായി, because of the resolution that he has taken on the basis of the revelation that he had. ദൈവിക ദർശനമില്ലാതെ തീരുമാനങ്ങൾ എടുത്താൽ ആ തീരുമാനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. എന്നാൽ ദൈവിക ദർശനമുള്ള ദൈവത്തിന്റെ ഭടന്മാർ, ദൈവത്തിന്റെ മക്കൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നഷ്ടങ്ങളെ ലാഭമായി കാണുവാൻ അവർക്ക് സാധിക്കും. പ്രിയരെ, ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളവരായിരിക്കാം. But if it is for the Lord, I tell you, you will never regret about it. You will rejoice in it. ഒന്നാമത്തെ റെസൊല്യൂഷൻ ആണ് നഷ്ടങ്ങൾ സഹിക്കുവാൻ ഉള്ള തയ്യാറെടുപ്പ്. I am ready to lose. നഷ്ടപ്പെടാൻ ഞാൻ വില്ലിംഗ് ആണ്. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് എന്താണെന്നറിയാമോ? an intimate relationship. ആർക്കും തെറ്റിച്ചു കളയാൻ കഴിയാത്ത, ആർക്കും അടർത്തി മാറ്റാൻ കഴിയാത്ത, ആരാലും വിഭജിക്കാൻ കഴിയാത്ത
an intimate relationship with the Master. I want to know Him. I want to know Him more and more and more. അവനെ എനിക്ക് കൂടുതൽ അറിയണം. അവനെ അറിയേണ്ടതിന് അവനോട് എനിക്ക് ഏകീഭവിക്കണം. അവന്റെ മരണത്തോട് ഏകീഭവിക്കണം. അതാണ് തീരുമാനം. ഞങ്ങൾ വളരെ വേഗം മുൻപോട്ട് പോകട്ടെ. മൂന്നാമത്തെ തീരുമാനം എന്താണെന്നറിയാമോ? When I have taken a resolution for the Lord on the basis of revelation, I will be willing to share the suffering with Him. അവനോടുകൂടെ കഷ്ടങ്ങളിൽ പങ്കാളികളായി തീരാൻ എനിക്ക്, അല്ലെങ്കിൽ അവനോടുകൂടെ അവന്റെ കഷ്ടങ്ങളിൽ കൂട്ടായ്മ അനുഭവിപ്പാൻ ദൈവം എന്നെ പ്രാപ്തനാക്കും. I want to share the fellowship of His suffering. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, അവനിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ എനിക്ക് വരം നൽകിയിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നമുക്ക് വരം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മളൊക്കെ വർഷ അവസാനത്തെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. But we are not able to keep up that resolution in life for various reasons. I think that is our failure. And that failure we consider it as our weakness. അത് പലപ്പോഴും നമ്മുടെ ബലഹീനതയായിട്ട് നമ്മൾ കാണാറുണ്ട്. But I would like to tell you another important thing, then I would conclude today. ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? Verses 12 to 16, 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, in order to know God intimately, we need to have a road map to follow. I and you need a road map to follow. നമുക്ക് ഒരു മാർഗ ദിശ ഉണ്ടാകണം. തോന്നിയതുപോലെ യാത്ര ചെയ്യാനും തോന്നിയിടത്തൊക്കെ പോകാനും അവിടെ ഇവിടെയൊക്കെ ഡീവിയേറ്റ് ചെയ്ത് പോകാനും നമുക്ക് കഴിയത്തില്ല. We should know. We should know where we are heading towards. We should know why we are heading towards. We should know what is the privileges that we will be having at the end of the road. While I was preparing this message, I have come across a beautiful caption. ആ ക്യാപ്ഷൻ ഇങ്ങനെയാണ് പറയുന്നത്: influences we can take from anybody. Anyone can influence us, but determination is our discipline.
അത് നമ്മുടെ മാത്രം ഡിസിപ്ലിനാണ്. Several people can influence us, but to reach to the end of the road, to finish the race well, you and I must have a road map to follow. ഒരു മാർഗരേഖ, ഒരു മാർഗദിശ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. അപ്പോസ്തലനോട് എന്താ പറഞ്ഞതെന്നറിയാമോ? ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായെന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. I'm still pursuing. എനിക്കും അത് പിടിക്കാമെന്ന് വെച്ച് ഞാൻ ക്രിസ്തുവിനെ പിന്തുടരുകയാണ്. എന്നിട്ട് പിന്നെ പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. I know I have a finishing point in my life. There may be several distractions in life. There may be several attractions in life. There may be several deviations in life. I want to tell you, my friends, we must have a road map to follow. പിൻപിലുള്ളത് മറക്കണം, മുൻപിലുള്ളതിനെ ആയണം, ബിരുദിനു വേണ്ടി ലാക്കിലേക്ക് ഓടണം. നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനത്തെ അനുസരിച്ചു നടക്കണം. ഇത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ആഗ്രഹമായി മാറട്ടെ, തീരുമാനമായി മാറട്ടെ. 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. ഒന്ന്, in order to have an intimate relationship, we need the revelation of God. ദൈവിക ദർശനമുള്ളവരായി ഞാനും നിങ്ങളും മാറണം. 2, we need to have a resolution in life. നമ്മൾ ജീവിതത്തിൽ തീരുമാനങ്ങൾ ഉള്ളവരായി മാറണം. 3, we need to have a road map to follow. നമ്മളെ നയിക്കുവാൻ നമ്മൾ പോകുന്ന ഇടം ഒരു മാർഗ രേഖ നമുക്കുണ്ടാകണം. A road map. Where are we heading towards? Where are we reaching? Are we reaching to the place where we have started for? നമ്മൾ തുടങ്ങിയ ആഗ്രഹത്തോടുകൂടെ നമ്മൾ എവിടെ പോകണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയോ അവിടെയാണോ ഞാനും നിങ്ങളും എത്തിച്ചേരുന്നത് എന്നൊരു റോഡ് മാപ്പ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. If not, we will be failed miserably. നമ്മൾ തോറ്റുപോകും പ്രിയരെ, പരാജിതരായി പോകും, നമ്മൾ ക്ഷീണിച്ചു പോകും. അതുകൊണ്ട് ഇന്ന് ഈ രാവിലെ സമയം ദൈവവചനത്തിന് ചുറ്റും ഞാനും നിങ്ങളും ഇരിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു അടുത്ത അറിവും അടുത്ത ഒരു ബന്ധവും ഉണ്ടാകുവാൻ ഇതെനിക്ക് നിങ്ങൾക്കും ഉണ്ടാകട്ടെ. അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ പറഞ്ഞത് അതാണ്. എന്താണെന്നറിയാമോ? യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം മാത്രം വായിച്ച് ഞാൻ ഇന്ന് അവസാനിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച്
ഞങ്ങളെ ആരും തെറ്റിക്കാൻ കഴിയത്തില്ല. ഞങ്ങൾ ആദ്യം മുതലുള്ളതാണ്, ഞങ്ങൾ കേട്ടതാണ്, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്, ഞങ്ങൾ നോക്കിയതാണ്, ഞങ്ങളുടെ കൈകൊണ്ട് തൊട്ടറിഞ്ഞതാണ്. ഈ ലക്ഷ്യത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. Whether you are taken to the island of Patmos or you are crucified upside down or you have put in the boiled oil, this will not be changed. Intimate knowledge. ദൈവത്തെ കൂടുതൽ അറിയുക, ദൈവിക ദർശനമുള്ളവരായി, തീരുമാനങ്ങളുള്ളവരായി, ഒരു മാർഗരേഖയുള്ളവരായി നമ്മുടെ കർത്താവിനെ നമുക്ക് അനുഗമിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൂടുതലായി ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ.